രസകരമായ മറ്റൊരു കോമഡി സ്കിറ്റിലേക്ക് നിങ്ങളുടെ ശ്രുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സ്കിറ്റിന് ഈ വേദിയിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ്. തൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് മുതിർന്നു വീഴുന്ന അക്ഷരക്കൂട്ടുകൾ കൊണ്ട് ഹാസ്യത്തിൻ്റെ അത്ഭുത ലോകം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട TV സിനിമാ താരം സാജൻ പള്ളുരുത്തിയും, ഒപ്പം ഏഷ്യാനെറ്റിലെ സിനിമാല, ബ്ലഫ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പരിചിതനായി ഈ അടുത്ത് റിലീസ് ചെയ്ത കപ്പൽ മുതലാളി എന്ന മലയാള ചിത്രത്തിൽ നായകസ്ഥാനം അവതരിപ്പിച്ച രമേഷ് പിഷാരടി, ഒപ്പം തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ്, സിനിമാല, ഈ അടുത്ത് റിലീസ് ചെയ്യാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ധർമ്മജൻ ബോൾഗാട്ടി, ഇവർ മൂന്നുപേർ ചേർന്നൊരുക്കുന്ന ഹാസ്യാത്മകമായ ഒരു സ്കിറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി തോൽക്കാറില്ല. കുഴപ്പമില്ല, ശനി ഞായറുണ്ടല്ലോ, അന്ന് തോപ്പിക്കാം. സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ, കുടുംബം കലക്കാൻ KK രാജാവണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത. ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അനസൂയ ഒരു പതിവ്രത. അത്താഴപ്പഷ്ണിക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഗേറ്റിനടുത്ത് നിൽക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഈശ്വര, ഭൂമിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എന്തിനാ ഈ രാത്രി ചന്ദ്രൻ ഉദിച്ചത്? ഭഗവാനെ, എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും? ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ, മറുവശത്ത് പോപ്പ് ഗായകനായ കാമുകൻ. ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും. അസൂയേ അല്ല, അനസൂയേ. അയ്യോ അച്ഛൻ. ലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതനഴകൾ. അയ്യോ മരിക്കല്ലേ അച്ഛാ? അല്ല, ചുമക്കല്ലേ അച്ഛാ? അയ്യോ റിസ്ക് എടുക്കണ്ടായിരുന്നു. ഇന്നച്ചാ എന്താ ഇത്? അർച്ചന കഴിച്ചതാ. വല്ലവളമാരൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണോടി ഞാൻ കഴിക്കുന്നത്? എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന്. അപ്പോൾ എന്റെ പേരിൽ നീ എന്ത് കഴിച്ചു? പൂരിയും കിഴങ്ങ് കറിയും. അമ്പലത്തിൽ നിന്നോ? അല്ല, അച്ഛന്റെ സ്ഥിരം പറ്റു ഹോട്ടലിൽ നിന്ന്. എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട. കഴിക്കച്ചാ, ഇന്ന് 1-ാം തീയതിയല്ലേ? ദിനമെത്ര സുന്ദരം ഇന്നൊന്നാം തീയതിയായി മധുരം കഴിക്കണം ഇന്നൊന്നാം തീയതിയായി മധുരം കഴിക്കണം ഇന്നൊന്നാം തീയതിയായി. താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഓടി അവിടുന്ന്. കഞ്ഞിലിടാൻ ഉപ്പില്ല, അപ്പോഴാ ടൂത്ത് പേസ്റ്റില്. അച്ഛാ, നമ്മൾ തമ്മിൽ ഒരു കുർക്കുറയുടെ ആവശ്യമുണ്ടോ? ഇല്ല, നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ ഇന്നലെ കണ്ടു. ആള് ഹിന്ദുസ്ഥാനിയാ. എന്ന് വെച്ചാ? അച്ഛൻ ഹിന്ദു, അമ്മ ക്രിസ്ത്യാനി, രണ്ടും കൂടെ കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി. വേണ്ടച്ചാ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ മുകുന്ദേട്ടനോടൊപ്പം ആയിരിക്കും. സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ പോപ്പ് ഗായകനെ നീ മറന്നിട്ടില്ല അല്ലേ? ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? മുകുന്ദേട്ടന്റെ വീട്ടിലെ 2 റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത്. അത് ചില്ല് വെച്ച് പണിതല്ല, കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ലാഞ്ഞിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ. എങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി പാട്ട് പാടി മുകുന്ദേട്ടൻ ഫ്ലാറ്റ് വാങ്ങും. എന്നിട്ട് വേണം പാടുമ്പോൾ വൃകയില്ല എന്ന് MG ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ. വൃകയില്ലെങ്കിൽ എന്താ? മുകുന്ദേട്ടന് 2 വൃക്കയില്ലേ? എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ്. അച്ഛൻ എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദേട്ടനെ മതി. അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും. മോളെ, ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം. അസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര്? സുമി ടോമിയോ? അല്ല, മുകുന്ദേട്ടന്റെ സ്വന്തം അനസൂയ. മുകുന്ദൻ മുതുങ്കൻ. ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വെക്കാൻ പോലും ആരും ഇല്ലാണ്ടായോ? കുട്ടന്തപുരാനെ, ഒരു കീർത്തനം അങ്ങോട്ട് വെക്കുക. മനുഷ്യൻ തിന്നാൻ തോള വെച്ച് മേലെ കെട്ടി നാക്കമുക്ക 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 മാടിസത്ത മനുഷ്യൻ തിന്നാൻ തോള വെച്ച് മേലെ കെട്ടി നാക്കമുക്ക 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 നാക്കമുക്ക. തൃപ്തിയായി. ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും. വെള്ളം അടിക്കുന്നതൊക്കെ കൊള്ളാം, മോട്ടോർ കേടാക്കരുത്. മുകുന്ദൻ, അവനോട് വിളിച്ചു പറ
എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ നിന്നെ അവൻ സ്വപ്നം കാണണ്ടെന്ന്. ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക. മാസവാടക വെറും 1.5 ലക്ഷം രൂപ. സെലക്ഷൻ ചാർജ് വെറും 75,000 രൂപ. കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ. ഹലോ മൂട്ട, അല്ല മുകുന്ദേട്ടാ, ഇത് ഞാനാ അനസൂയ. എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്ദേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ ബ്രേക്കിനും ഇത്രയും ഗ്യാപ്പ് എടുത്താ അച്ഛന്റെ മുമ്പിൽ മുകുന്ദേട്ടന്റെ റേറ്റിംഗ് കുറയും. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുന്ദേട്ടൻ ഇവിടെ എത്തണം. പൊന്മകൾ വന്താൾ പൊരുൾ കോടി തന്താൾ പൂമേടை വാസൽ പൊങ്കും തേനാക കൺമലർ കൊഞ്ചും കനിവോട് എന്നെ ആളാക്കിനാൾ അൻപിലേ. ഹായ് ഡാർലിംഗ് അനസൂയ. എന്താ എന്റെ അനസൂയ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം? എന്നോട് മിണ്ടണ്ട. ചേട്ടൻ ഇന്നലെ ആ ബിന്ദുവിന്റെ കൈ പിടിച്ച് എന്തൊക്കെയോ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഭാഗ്യം, സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ. വല്ല TG രവിയോ ബാലങ്കെ നായരോ KP ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ? ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പറയട്ടെ കാരണം. രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു. ഏയ്, കൊതുകിന്റെ ശല്യം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാ മതി, പിന്നെ കൊതുക് വരികയില്ല. എന്നിട്ട് ഇന്നലെ ഒരു കൊതുക് ടോർച്ച് അടിച്ചുകൊണ്ട് എന്റെ നേരെ പറന്നു വന്നു. അത് കൊതുക് ടോർച്ചടിച്ചോണ്ട് വരുന്നതല്ല ഡാർലിംഗ്, മിന്നാമിനുങ്ങ. പോപ്പ് ഗായകനായതിനു ശേഷം ചേട്ടന് ഭയങ്കര ഗമയാ. ഞാൻ സ്കൂളിൽ പാട്ട് പാടി ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പാട്ട് പാടി TC വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഏത് പാട്ട്? ഫന. ഓ, അമീർ ഖാന്റെ ഫന. അല്ല, ജയന്റെ കരീം ഫന. മറ്റൊരു കാര്യം നിന്റെ അച്ഛൻ അറിയണ്ട. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിന്റെ കഴുത്തിൽ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൊന്ന് വേണം പണയം വെക്കാനാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കും. ചൊവ്വാദോഷമുള്ള എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ? എങ്ങനെ? ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു, പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു, പക്ഷേ ഒരു ഫലവും കണ്ടില്ല. കഷ്ടം. രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് 3ന്റെ അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി, പിന്നെ കണ്ടട്ടേ ഇല്ല. പാവം, എവിടെയായിരുന്നാലും നരകിച്ചാ മതിയായിരുന്നു. എന്നിട്ടും മുകുന്ദേട്ടന്റെ മുഖത്തെന്താ ഒരു ദുഃഖം പോലെ? എന്നെ പോറ്റി വളർത്തിയ എന്റെ അമ്മാവ് മരിച്ചു. ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല. അതെന്താ? അല്ലെങ്കിൽ തന്നെ കൊന്നത് ഞാനാന്നാ പറയുന്നത്. എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ. മുകുന്ദേട്ടൻ ഒന്നും കൊണ്ട് സമാധാനപ്പെടണ്ട, എല്ലാം പ്രശ്നമാവും. അനസൂയേ, പന്നിപ്പനിയുള്ള യാത്രക്കാരനോട് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് പോലെ നീ എന്നോട് പെരുമാറരുത്. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന എന്റെ അച്ഛപ്പൻ കണ്ട കുഴലപ്പാവും. ഏ? അല്ല, അച്ഛൻ കണ്ട കുഴപ്പാവൂന്ന് അറിയാലോ. അച്ഛന്റെ മൂക്കത്താ ശുണ്ഠി. നിന്റെ അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ശുണ്ഠി, മൂക്കത്തല്ലെന്ന് മാത്രം. എങ്കി ഇനി മടിക്കണ്ട, പോകൂ, പോയി അച്ഛന്റെ മുമ്പിൽ പാടി ജയിച്ചു വരൂ. ശരി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്റെ അച്ഛനുമായുള്ള പാട്ട് മത്സരത്തിന് ഞാൻ തയ്യാർ. അനസൂയയുടെ അച്ഛ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം. അനസൂയെ, നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ 13 പാടി ഞാൻ വിജയിച്ചു. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ, SMS വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് SMS അയച്ചു. പറയൂ അനസൂയെ, നീ എന്റെ സ്വന്തമായില്ലേ? ആയിട്ടില്ല. പാട്ടും SMS ഒക്കെ കൊണ്ട് മുകുന്ദേട്ടൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി. ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം. എന്നാലേ ഞാൻ മുകുന്ദേട്ടനെ കല്യാണം കഴിക്കൂ. അനസൂയെ, അതേത് റൗണ്ടാ? പെർഫോമൻസ് റൗണ്ട്. കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും 200-300 വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ, വേണ്ട ആർട്ടിസ്റ്റുകളെത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത്. സഹൃദയരും, ഓച്ചന്തൂർ തോമന തിയേറ്റേഴ്സിന്റെ 39ാമത് നാടകം കാടിവെള്ളത്തിൽ വീണ ഡാഡി.
നാടകരചന ഓച്ചന്തുരു തോമനക്കുട്ടൻ, സംഗീതം ഓമനക്കുട്ടൻ ഓച്ചന്തുരുത്ത്, ഗാനാലാപനം ഓച്ചന്തുരു തോമനക്കുട്ടൻ, നാടകരചന സംവിധാനം സാക്ഷാത്കാരം അഡ്വക്കേറ്റ് ഓച്ചന്തുരു തോമനക്കുട്ടൻ, അതായത് ഈ ഞാൻ. സിമ്പിൾ അടിക്കടാ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. 2-ാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും. 3-ാം വാർഡിൽ ഞങ്ങളുടെ 2 സഹനടന്മാരും. അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ 4 പേരുണ്ടായിരിക്കുന്നതല്ല. എങ്കിലും നാടകം കാണാൻ വന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള 4 കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. നാടകം ആരംഭിക്കുന്നു. കാടിവെള്ളത്തിൽ വീണ് ഡാഡി. തുടങ്ങില്ലേ. രംഗത്ത് മുതലാളി. ഇതെന്തിനാ എല്ലാവരും കൂടി വരുന്നു? നീ പോയി ഓർഡർ തുറക്കണ. എല്ലാവരും വരില്ലേ? ആ പുള്ളി ചുപ്പട്ട സുരേഷ് ജുബട്ട. സുരേഷ് വാ മറ്റൊരു പോ. ഇങ്ങോട്ട് വാ. എവിടേക്ക് അങ്ങോട്ട് പോ. എവിടേക്ക് പോണ്? നടുക്കിൽ വന്ന് നിൽക്ക്. ആൾക്കാർ നോക്കണു, നേരെ നോക്കുന്നു. എന്നെ നോക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് നോക്കാൻ. അവനോട്ട് പിടിച്ചു വിട്ട. വന്ന് നിൽക്ക്. ആൾക്കാരുണ്ടല്ലോ. പിന്നെ നാടകം കാണാൻ ആൾക്കാരുണ്ടാവില്ലേ? അഭിനയിക്ക്. എങ്ങനെ? മുതലാളി ഉലാത്തുന്നു. എന്ത് വെണ്ടക്ക ഒലത്തണോ ചെറുപയർ ഒലത്തണോ? ഒലത്തല്ല, ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞാ പോരെ. ഇങ്ങോട്ട് സ്റ്റില്ല്. 2 സ്റ്റില്ല്, 1 ഇയാളുടെ എൻ്റെ. ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞു, ഒരു പോസിൽ നിൽക്കാൻ. എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നു? വേലക്കാരി കടന്നു വരുന്നു. ഇതാണ് വേലക്കാരി. മീശയൊക്കെ എന്തായി വരുന്നേ? നീ പോയി ഓർഡർ എടുത്ത് കൊടുക്കടാ. വേലക്കാരി കടന്നു വരുന്നു. ആൾക്കാർ കേൾക്കുന്നു. ഡയലോഗ് പറ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ സൂചിയില്ല. ഡയലോഗ് പറ. എന്താണ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. അതല്ല, 3 പ്രാവശ്യം പറയാൻ. എന്നടാ സുരേഷ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 1 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 2 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 കത്ത്. എന്തത് ലേലം വിളിയാണത്? ഡയലോഗ് പറ. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ. ഞാൻ പറഞ്ഞോളാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ചെലവ് ചെയ്യണം. ഡയലോഗ് പറ. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ. എന്റെ വയറ്റിലേല് വളരുന്ന രാജമോൻ. വയറ്റിലല്ല, കുണ്ടത്തറ. അതല്ല, വയറ്റില്. നേരെ വൃത്തിയായിട്ട് പറഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും ഈ നിൽക്കുന്ന എടാ ഇവിടെ വന്ന് താനിവിടെ അല്ലേ നിൽക്കേണ്ടത്? വെറുതെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. എന്നെ കൈവിടരുത് മുതലാളി. മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു. എവിടെ? ഇവിടെ തോളത്ത്. മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇല്ല, കുറച്ചേരം കഴിയട്ടെ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിന്റെ പെങ്ങളൊന്നുമല്ല. അവിടെ കിടക്കട്ടെ. അവിടെ വാവോ കിടന്നോട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട്. വേറെ സീൻ ഇനിയുണ്ടെന്ന്. അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് എത്തി. ഈ സീൻ വേണ്ട, അടുത്ത സീൻ പോ. ഇതെങ്ങോട്ടത് വരുന്നത്? ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് വളരെ അർജന്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളത്. അടുത്ത സീന്. നീ പോവല്ലേ, നീ എല്ലാ സീനിലുണ്ട്. അവിടെ നിൽക്ക്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ഞാനല്ലേ? നീയാണോ അച്ഛൻ? എല്ലാം നീയാണ്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു.
ദേഷ്യത്തിൽ വരാൻ വന്നിട്ട് ചിരിച്ചിട്ട് ഡേയ്, അവനും കൂട്ടി പിടിച്ചോട്ടെ. വാ, ദേഷ്യത്തോടെ. ദേഷ്യം ദേഷ്യം ഇതെന്ത് ദേഷ്യം? ദേഷ്യം വരൂല, ദേഷ്യപ്പെട്ട് അഭിനയിക്കാൻ. എനിക്ക് വരൂല ദേഷ്യം. ദേഷ്യപ്പെട്ട് അഭിനയിച്ചില്ലെങ്കിൽ നാടൻ കഴിഞ്ഞ 10 പൈസ നാടകത്തിന് 10 ലക്ഷം ചവിട്ടി കൂടി കൊന്നു. മതി. ഈ ദേഷ്യം മതി. ഇത് മതിയാ? ഈ ദേഷ്യത്തിന് വിളി മുതലാളി. മുതലാളി. മുതലാളി വിളി കേൾക്കുന്നു. ഇതെന്താ ചാളക്ക് പോണ? കണ്ട മീൻകാരനൊക്കെയാണല്ലോ നാടകം അഭിനയിക്കാൻ. നീ വിളി കേൾക്കണ്ട, അവന്റെ പേര് പറ. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഓ നടക്കൂല. എങ്ങനെ? ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഈശ്വര. ഓ ആൽബർട്ട് സമൂസ. ദേ, പല്ലെടുത്ത് പോയി, തെറിച്ചു പോയി. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ആ ഓ ഒന്ന് കളയാമോ? ഓ ഓ ഒന്ന് പേര് കളയാം. പറയണം. ശ്ശേ. ഓ അക്ഷരപുസരയില്ല, പറ്റൂല. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ബാബു. എന്തോ ആ അത് മതി. ബാബു ആ വിളി കേട്ടു. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എന്റെ മകളെ, ആ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. ഞാനാണോ? എന്താ ഒന്ന് പറഞ്ഞേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കി. അതിന് ഉത്തരവാദി അതിന് ഉത്തരവാദി നീ മൂത്രം, നീ മാത്രം. പാത്രം നീ മാത്രം. നീ പോലെ അത് നമുക്ക്. മുതലാളി ചിരിക്കുന്നു. മുതലാളി ചിരിക്കുന്നു. പുളിങ്ങെന്ന് ചിരിയിരിക്കാനല്ല പറഞ്ഞ, അട്ടഹസിക്കാൻ. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ചുമ വരും. വേണ്ട വേണ്ട, ഡയലോഗ് പറയണ്ട. നീ ഡയലോഗ് പറഞ്ഞാൽ മതി, ചിരിക്കണ്ട. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നീ മുതലാളിയല്ല, അച്ഛൻ പറയടാ. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ. എന്റെ മകള് പോരാതെ പോരാതെ തെറ്റിപ്പോയി. നിങ്ങളുടെ തെറ്റിപ്പോയ, ആദ്യം തെറ്റിപ്പോയിരുന്നു. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കി പോരാഞ്ഞ്. അട്ടഹസിക്കുന്നോടാ പൊട്ട. അത്തല പുത്തല പോസാത്ത. അട്ടഹസിക്കുന്നോട് പൊട്ട. അതെ അതെ, ആ മനസ്സിലായി. നീ നീ പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് മറ്റേ പുള്ളി പറഞ്ഞ കാണിക്കുന്നതാ ദുഷ്ട. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷത്വത്തെ പുരുഷത്വത്തെ തൊത്തെ 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 പുരുഷത്വത്തെ ഇതെന്താണത്? വെള്ളം കളിയോ? അൽപ്പാക്കല്ലേ പിടിച്ചു മാറ്റണം. ടെമ്പോ നീ പറ. പുരുഷത്വമാണ് അത്ര പുരുഷത്വം. ഓ പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. അങ്ങനെയല്ല, പുരുഷത്വമാണത്രേ പുരുഷത്വം. നീ ഡയലോഗ് വേണ്ട. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴുന്നു. ചാടി വീണു. എന്താടാ ഈ കാണിക്കുന്നത്? പിന്നെ ഇങ്ങനെ വീഴാനാണ് പറഞ്ഞത്. എടാ മുതലാളിയുടെ മേലേക്ക് വീഴടാ. അങ്ങനെ വീഴുമല്ലേ? അച്ഛൻ ചാടി വീഴുന്നു. അമ്മേ, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മച്ചേ, മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കടാ. മുതലാളിയുടെ ആ. ഇങ്ങട് വാ. ഇവിടെ കുരുവുണ്ടോ? നോക്കി. മുതലാളി കരയുന്നു. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ. തോക്ക്. ഞാൻ തോക്കൂല. എടാ തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല. ഞാൻ തോക്കൂലെന്ന് പറഞ്ഞില്ലേ? തോക്കെവിടെ? നാടകം പറഞ്ഞ് ഞാൻ തോക്കെടുത്തിട്ടില്ല. അയ്യോ നാടകം പറഞ്ഞില്ല. മിണ്ടല്ലേ, ആൾക്കാർക്കല്ലേ. ഞാൻ കൊണ്ടുവന്നേരാ. ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നേരാന്ന്. ആരും കണ്ടില്ല. 1,13,000 പേര് കണ്ടോളൂ. വെടിവെക്കുന്നു. എന്നെയാണോ വെടിവെക്കുന്നത്? പിന്നെ അച്ഛനെ വെടിവെക്കടാ. എന്നാ വെക്കല്ലേ പ്ലീസ്. ചാകാൻ പോകണല്ലേ, കുളിപ്പിക്കണ്ടല്ലോ. വാ. എവിടെയാ? ഇവിടെ വെച്ചോ. കുഞ്ഞിക്ക് എന്താടാ ഇത്? വെടിവെച്ച് കളിക്കുന്ന. എടാ മരിച്ചു വീഴുന്നു. എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു? പിന്നെ ആരാണ് വീഴുന്നത്? അച്ഛൻ മരിച്ചു വീഴുന്നു. ഞാൻ മരിച്ചു വീണോ? 3 വെടി വെച്ചിട്ടുണ്ട്. 3 വെടി. അമ്മേ പൊട്ടിച്ചിരിക്കുന്നു. എടാ നീ മരിച്ചു വീണിട്ട് നീയാണോ ചിരിക്കുന്നത്? അവിടെ കിടക്കടാ. മകൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. മകൻ വരുന്നു. ഇവനെ എവിടെ നിന്നാണ്? ഇവനോട്ട് പറഞ്ഞു വിട്ടത്. കറക്റ്റം കടന്നു പറഞ്ഞു. മകൻ വാടാ.
അവനെ കണ്ടുപിടിക്കുക, അങ്ങനെ അഭിനയിക്കുക. ബാക്കി പറയും. ബാക്കി ഡയലോഗ് മറന്നുപോയി. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, നീ നശിച്ചു പോകും. നീ നശിച്ചു പോകുകയാണോടാ? ഇത് കണ്ട പ്രാകനാണ്ടാ. ഇതല്ലേ ഡയലോഗ് പറഞ്ഞാന്ന്. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞ് അത് ചോദിക്കാൻ അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛൻ. അച്ഛാ എന്താ ഇവിടെ കിടക്കണേ? അവിടെ ഭയങ്കര ഉറുമ്പടാ. ഉറുമ്പൊരി കൊണ്ടാണ്. ഡയലോഗ് അഡ്ജസ്റ്റ് ചെയ്യ്. അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പുകടിയായിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന് ദുഷ്ട, നീ പടാരണി പോവുള്ളൂ. പെങ്ങളെ വിളി. പെങ്ങളെ മന്ദാകിനി. എടാ ഉറക്ക വിളിക്കടാ. പെങ്ങളെ മന്ദാകിനി. തെറി പറയരുത്, തെറി പറയരുത്. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. പെങ്ങളെ ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ, അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു. ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ TV കാണാൻ ചെന്നു. ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു. പെട്ടെന്നാണ് ഈ കശ്മലൽ മുതലാളി ഫാഷൻ ചാനൽ ഓണാക്കിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ലെന്ന്. എന്റെ പെങ്ങളുമല്ല. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം. എന്തത്? സംവിധായക ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനം. പ്രേക്ഷകർ തമ്മിൽ തരുന്ന പ്രോഗ്രാമിലേക്ക് ഹാറ്റമായി സ്വാഗതം. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തൊമ്മൻചാണ്ടി ചെയർമാൻ. എന്തായാലും നമ്മുടെ അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ അച്ചുമാമ. അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിട്ടും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹർഷാരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശരേ, ഇത്രയും തിരക്കുണ്ടായിട്ടും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് നന്ദി പറയാൻ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടെല്ലാവരോടും എനിക്ക് അതിലേറെ നന്ദിയുണ്ട്. മറ്റൊന്നിനുമല്ല, ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്നും പറഞ്ഞ് എനിക്കിട്ടാക്കിയതുപോലെയാക്കാതെ ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ, ഒരു വിലയിരുത്തൽ, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വിലയിരുത്തലാകുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല. താങ്ക് യു സാർ. എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം, ഒന്നും തോന്നരുത്. താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ, അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു. അതിൽ കൂടുതൽ പാതാളം വരെ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ. ചെങ്കോലി മോഹൻലാൽ പറയുന്ന ഡയലോഗാണല്ലോ. അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം. അതുകൊണ്ട് ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ചോ, ഉപകാരം. എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കാൻ നല്ലതാണ് സാറേ. എന്നാൽ നമ്മുടെ തൊമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. വെൽക്കം മിസ്റ്റർ തൊമ്മൻചാണ്ടി സാർ. അദ്ദേഹം വളരെ പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. സാറും സഹകരിച്ചു കൊള്ളണം. ഓക്കെ സാർ. കൈ ഉയർത്തി നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദം ചെയ്യാൻ.
അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്താ കൈ കെട്ടിവെച്ചിരിക്കുന്നത്? എന്ത് പറ്റി സാറേ? വേറൊന്നുമല്ല, ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടെ കയറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറേ, ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും വളരെ സന്തോഷമുണ്ടായി. പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചല്ലേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല സാറേ. സാറേ, വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ, നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത്? ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഹിന്ദി അറിയണമല്ലോ. അയ്യോ, ഹിന്ദി അറിയില്ലേ താങ്കൾക്ക്? ഹിന്ദി നല്ലിയാക്കൊരു ഹിന്ദി അറിയാൻ പാടില്ല. താങ്കൾക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ഹമാരെ രാഷ്ട്രഭാഷ ഹേ. അയ്യോ, നന്നായിട്ട് അറിയാന്നു. ഏതായാലും രണ്ട് ചോദ്യം ചോദിച്ചു സാറേ. ഹിന്ദിയിൽ പേനയിൽ കലം എന്ന് പറയും, പെൻസിൽ എന്ന് പറയും, ചട്ടി എന്ന് പറയും. അയ്യോ സാറേ, 50 വെച്ചാൽ 50, 60 എന്ത് പറയും? മഞ്ഞാസ്. എന്റെ ദൈവമേ സാറേ, കല്ലെന്ന് വെച്ചാൽ ഇന്ന്, നാളെ എന്ത് പറയും? കരിങ്കല്ല്. വെരി ഗുഡ്, താങ്കൾക്ക് ഹിന്ദി അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇതിലും ഭേദം ഹിന്ദി എനിക്കറിയാം. താങ്കൾ പറയും. പിന്നെ എന്നാൽ ഏത് കൊച്ചുകുട്ടിയും വളരെ നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ, കുമാരൻ നമ്മുടെ പറവൂർ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ നമ്മുടെ? വെരി ഗുഡ്, താങ്കൾ ഡൽഹി പോയിരുന്നത് നന്നായി, സത്യം പറഞ്ഞു. ഓക്കെ സാറേ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. താങ്കൾ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ഓക്കെ, ആദ്യം താങ്കൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ ആയിക്കോട്ടെ. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുരങ്ങിനെ കാണാൻ എന്ത് ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി. ഓക്കെ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി സാറേ. അങ്ങോട്ട് പോകണ്ട, ചാണ്ടിയൊന്നു കണ്ണാടി നോക്കിയാൽ മതി കാണാൻ. അച്ഛമാമ നോക്കുമ്പോ കാണുന്ന കുരങ്ങനെന്ന് കരുതി എല്ലാവരും നോക്കുമ്പോ കാണുന്ന കുരങ്ങനായിരിക്കണം എന്നില്ല. ഞാൻ നോക്കുമ്പോ കണ്ടത് നല്ല സിംഹത്തെയാണ്. സിംഹത്തെ കണ്ടു സാറേ? അത് ശരിയായിരിക്കും. അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും. പാലക്കാട് നിന്ന് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത്? പിന്നെ ചോദിക്കാം. അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ പിണറായിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, താങ്കൾ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം ചോദിക്കാം, മനസ്സിലാകുന്ന രീതി ചോദിക്കാം. ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഒരു സിംഹം ഇരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? അതെ, താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ സിംഹം നിൽക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല, എല്ലാം സിംഹം ചെയ്തോളും. പൊറോട്ട കീറുന്ന പോലെ കീറി തരും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ സാർ, ഈ രാഷ്ട്രീയക്കാർ പൊതുവെ കലാകാരന്മാരല്ലെന്നൊരു അഭിപ്രായം അസൂയക്കാര് പറഞ്ഞോണ്ട് പറയാണോ? ഞാൻ അസലായിട്ട് പാട്ട് പാടും. താങ്കൾ പാട്ട് പാടും? നമ്മുടെ തൊമ്മൻചാണ്ടി സാർ പാട്ട് പാടും. ഓക്കെ, ഏത് പാട്ടാണ് താങ്കൾ പാടാൻ പോകും? എന്റെ മനസ്സില് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്. നമ്മുടെ അജുമാമൻ. അതെ, ആ ഒരു ഭഗവാനുള്ള ഒരു ഭൃത്യന്റെ യാചന, അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ ഉരുത്തിരിയുന്നത്. ഓക്കെ, എന്നാൽ ആ പാട്ടൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഓക്കെ, താങ്കൾ പാടി. ഇങ്ങനെ ഒന്ന് ശ്രീകൃഷ്ണ ഭവൻ നിന്നോളൂ, ധൈര്യമായിട്ട് നിന്നോളൂ. ചെയ്യാത്ത കുഴപ്പമുള്ളൂ. അപ്പോഴേക്കും ഭഗവാൻ. ഓക്കെ, മ്യൂസിക് ഇട്ടു അത് ഒടിച്ചെടുക്കും. ഓക്കെ, മ്യൂസിക് ഇട്ടോളൂ. ഓക്കെ, വെരി ഗുഡ്. അയ്യോ, എന്ത് പറ്റി സാറേ? സാധാ കേട്ട് കുറെ നാളെ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തേ മാമനു കറുപ്പു നിറം? അയ്യോ, എന്തേ മാമനു കറുപ്പു നിറം? എന്തേ മുഖ്യനിത്ര കറുപ്പു നിറം? മൂന്നാറിൽ കറങ്ങിയതിനാലോ പെരിയാറിൽ കുളിച്ചതിനാലോ അച്ചുമാമേ ചൊല്ലു നിൻ സ്വന്തം പാർട്ടിക്കാർ കരുതേച്ചതാണോ? എന്തേ മാമനു കറുപ്പു നിറം? പാട്ട് ഓക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കറുപ്പ് നിറം കൂടിപ്പോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. കാരണം കറുപ്പിന് 7 എന്നാ പറയുന്നത്. ബാക്കി 93 വെളുപ്പിന. ഓക്കെ ഷാരേ, അതേ ഒരു പാട്ട് പാടിക്കാൻ നമ്മൾ തോറ്റു കൊടുക്കാൻ പിന്നോട്ട് പോരുത്. ഒരു കാച്ച് പിന്നെ ഞാൻ കറുത്തു പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നെ കുറിച്ച് പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാൻ പിടിച്ചോ. ഓക്കെ, നമ്മുടെ അച്ഛൻ പാട്ട് പാടാൻ വന്ന് കേക്കട്ടെ.
പൈനാപ്പിൾ സുന്ദരനല്ല, സൂപ്പർ. ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. പൈനാപ്പിൾ സുന്ദരനല്ല, ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗവനാണ്, പാർട്ടി പറയണ കേട്ടി നടക്കണ സോദരനാണ്, പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ്, ചുമ്മാ മണ്ണു പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ്. കലക്കി സാറേ. ഇനി എന്തെങ്കിലും കലാവാസന താങ്കൾ ഒളിഞ്ഞെടുപ്പെട്ടു? പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ. മിമിക്രി പറയോ? ഓക്കെ, എന്താണ് താങ്കൾ പറയാൻ പോകുന്നത്? മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ. ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഭരത് മമ്മൂട്ടി. സാറേ കളിയൊക്കെ ഈ മമ്മൂട്ടി അനുകരിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ലണ്ട് സാറേ? പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ സലാം എന്നിങ്ങനെ പറയാതെ ലാൽ സലാം ലാൽ സലാം എന്തായാലും കണ്ടുകളെ നമ്മുടെ അച്ചുമാമ ആകെ മമ്മൂട്ടി അനുകരിക്കാൻ പോകുന്നു. കണ്ടുകളെ എന്തായാലും സാറേ ആക്ഷൻ ഒക്കെ എടുക്കേണ്ടത് പോലെ. സൂപ്പർ ആക്ഷൻ മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളൂ കണ്ടാലേ. വെരി ഗുഡ് സാറേ. അയ്യോ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ബസ് പോകും. ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും. പാലാരി വട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു. സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന ഓവർ സ്മാർട്ടായവൻ ചന്തു. ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി. മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ. സൂപ്പർ ആയിട്ടുണ്ട് സാറേ. സൂപ്പർ സൂപ്പർ. ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റും? എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണ്? ശിവാജി. ശിവാജി ഒരു പഴയ നടനല്ലേ സാർ? അതല്ലടോ, ശിവാജിയായിട്ട് അഭിനയിച്ച രജനികാന്ത്. രജനികാന്ത്. ഓക്കെ, നമ്മുടെ തൊമ്മഞ്ഞാടി സാർ രജനികാന്തിന് അനുസരമാക്കുന്ന കണ്ടുകളെ നമുക്ക് എന്തെങ്കിലും കണ്ടേ. സൂപ്പർ ആക്ഷൻ. എന്താടോ അതൊരു എഫക്ട് കൊടുത്തതാ. என் பேர் மஞ்சு. இருக்கிற ஒரு பேருக்கு சாண்டி. இந்த சாண்டியோட தர்ம சொன்னா 100 ദിവസത്തിനുള്ളിൽ അത് നടത്തി കൊടുക്കും. അതാണ് ചാണ്ടി. ഓക്കെ സാർ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ വക ഒരു കുസൃ ചോദ്യമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട. താങ്കൾ സാറോടെ പുതുപ്പള്ളി കണ്ടവൻ പള്ളി വേണ്ട. പള്ളി കണ്ട ഒരു കുസൃ താങ്കൾ ചോദിക്കാം. കൊയിലാണ്ടി കണ്ടവനെ മാത്രം ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് സാറേ. ഇത് പ്രശ്നമാക്കണ്ട. താങ്കൾ ഒരു നല്ല ചോദ്യം ചോദിക്കാം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഡീസന്റ് ആയിട്ടുള്ള ചോദ്യം. അതെ, ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും? അയ്യോ സാറേ, ചുണ്ടും ചേർന്നാൽ എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലെ കാണാൻ സാറേ. അതല്ല, ചുണ്ടും ചേർന്നാൽ വായടയും. അയ്യോ ശരിയല്ലോ സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൊച്ചു കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്, അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു കുസൃതി ചോദ്യം. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ചോദ്യം. ഓക്കെ, അണ്ണാന്റെ അതാണ് നമുക്ക് വേണ്ടത്. അണ്ണാന്റെ ചോദ്യം ചോദിക്കും. അതെ, അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത്? സാറേ ഉത്തരം പറയും താങ്കളാണ്. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ. അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയില്ല? അത് ഉത്തരവില്ലേ? നാണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അതേതെന്ന് ഈ പറവൂർ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം സാറേ. പക്ഷേ പറവൂരുള്ള ഈ സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല. അതെ സാറേ, എന്ത് പറയുന്നു? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തരുത്. ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല, എന്റെ മുഖം സ്വതവേ അങ്ങനെയാണ് സാറേ.
ഓക്കെ, എന്തായാലും അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പറഞ്ഞില്ലേ, മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്റെ ചുവട്ടിൽ? അയ്യേ, ഞാൻ പോയി പറയണോ? ചേരെ, അദ്ദേഹം പറഞ്ഞത് അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണ്. മാങ്ങാണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഒന്ന് പറയും, ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും. ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഗുഡ് ബൈ.